സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും ഇന്നും വ്യാപക നാശനഷ്ടം. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴലിയിൽ വൻമരങ്ങൾ കടപുഴകി. കോട്ടയത്തും പാലക്കാടും കോഴിക്കോടും വീടുകൾ തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. ഇടുക്കിയിൽ സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലുമായി 7 ഇടത്ത് മണ്ണിടിഞ്ഞു. ആലപ്പുഴ മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട പന്തളം പൂഴിക്കാട് സർക്കാർ UP സ്കൂൾ കോമ്പൗണ്ടിലെ മരം കടപുഴകി വീണു. പാലക്കോട് അഴിമുഖത്ത് തോണി മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. ചാലിയാർ, ചെറുപുഴ, ഇരുവഞ്ഞി എന്നിവയിൽ ജലനിരപ്പ് ഉയർന്നു. ആളിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നതോടെ ചിറ്റൂർ പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി അർജുൻ കല്യാടും പ്രവീൺ പുരുഷോത്തമനും ശരത് SS-ഉം രാഹുൽ സുരേഷും AK അഭിലാഷും ഇക്ബാൽ അറക്കലും മുബഷിപ്പി അക്ബറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അർജുൻ കല്യാട്, കണ്ണൂരിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉള്ളതായി ഇപ്പോൾ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മഴയുണ്ടോ? സുജിയ, നിലവിൽ മഴ പെയ്യുന്നില്ല എങ്കിൽ കൂടി ഇന്നലെ രാത്രി 1 മണിയോടുകൂടി വീശിയടിച്ചിട്ടുള്ള ശക്തമായ കാറ്റ് അത് ജില്ലയിലെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിൽ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ, മലയോരമെന്നോ തീരദേശമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ഈ പറയുന്ന വീശിയടിച്ചിട്ടുള്ള കാറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയും അത്തരത്തിൽ അപകടമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പ് മേഖലയിലാണ് ഈ പറയുന്ന രീതിയിൽ ഈ മരം കടപുഴകി വീണ് ഉറങ്ങുകയായിരുന്ന വീടിന് മുകളിൽ വീണ് അവിടെയുള്ള ഗൃഹനാഥൻ മരിച്ചത്. കോളയാട് പഞ്ചായത്തിലെ ചെമ്പൂക്കാവ് തെറ്റുമലിലെ ഏനിയാടൻ ചന്ദ്രൻ എന്നിവരാണ് മരണപ്പെട്ടത്. ആ സമയത്ത്, അതായത് രാത്രി 1:30 വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. 3 പേർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ മരം കടപുഴകി വീഴുന്ന സമയത്ത് ബാക്കി 2 പേർ അവിടെ നിന്നും ഈ ശബ്ദം കേട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറിയത് കൊണ്ടാണ് അവരുടെ ജീവനും അപകടത്തിലാവാതെ രക്ഷപ്പെട്ടത്. പക്ഷേ ആ ഗൃഹനാഥൻ മരിച്ചു എന്നത് അതീവ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചൂട്ടാട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനായിട്ട് പോയ ഒരു ചെറു തോണി മറിഞ്ഞ് അപകടം സംഭവിച്ചത്. അതിൽ ഒരാളെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനാണ് കാണാതായത്. അതിന് പുറമെ കോവപ്പുറം ചൂട്ടാട് മേഖലയിൽ കുഞ്ഞാമിന എന്നിവരുടെ വീടിന് മുകളിൽ മരം കടപുഴകി വീഴുകയും ചെയ്തു. ആർക്കും അപകടമില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ മേഖലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമുണ്ട്. അവിടെ വൈദ്യുതി തൂണുകൾ പലതും പത്തനംതിട്ടയ്ക്ക് വരാം. പ്രവീൺ പുരുഷോത്തമൻ, പന്തളം പൂഴിക്കാട് സ്കൂളിൽ അടക്കം അപകടമുണ്ടായ വാർത്തകളാണ് വരുന്നത്. ജില്ലയിൽ ഇപ്പോൾ മഴയുണ്ടോ? എന്താണ് കാലാവസ്ഥ? പത്തനംതിട്ട പന്തളം മേഖലയിൽ ഇന്ന് പുലർച്ചെ ശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം പൂഴിക്കാട് ഗവൺമെന്റ് സ്കൂളിന് മുന്നിലാണ്. ഇവിടെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന വലിയ മരം കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതുവഴി വാഹന ഗതാഗതം ഇല്ലാതിരുന്നതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. ഇപ്പോൾ മരത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതർ പറയുന്നത് 2 വർഷത്തോളമായി ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിരന്തരം ഒരു ആവശ്യം വന്നിരുന്നു. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ സ്കൂളിൽ നിന്നും കത്തും നൽകിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മരം നേരത്തെ മുറിച്ചിട്ടിരുന്നു. അത് 1 വർഷമായി അതിന്റെ തടികൾ ഇവിടെ തന്നെ കിടക്കുകയാണ്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അപകടകരമായിട്ടുള്ള രീതിയിൽ 2 വലിയ മരങ്ങൾ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അതും മുറിച്ചു മാറ്റണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്കും ഒപ്പം തന്നെ സ്കൂൾ അധികൃതർക്കുമുള്ളത്. ഇത് പന്തളം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. നഗരസഭ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്, നഗരസഭ ചെയ്യുന്നുണ്ട്. നഗരസഭ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പേ നമുക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് ട്രീ കമ്മിറ്റി കൂടി ഫോറസ്റ്റിൽ നിന്ന് ആൾ വന്ന് ഉണങ്ങിയ മരം നമ്മൾ മുറിച്ചു മാറ്റിയിരുന്നു. അതിനുശേഷം ഈ മരങ്ങൾ കോതി മുറിച്ചു മാറ്റിയതാണ്. അന്നേരം അപകട ഭീഷണിയൊന്നുമായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴേ അടിയന്തരമായിട്ട് ബാക്കി മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള തീരുമാനം എടുത്തു. നിലവിലിപ്പോൾ 2 മരങ്ങൾ കൂടി അപകടകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവധിയാണ്. സ്കൂളിൽ കുട്ടികൾ വരുമ്പോൾ അത് അപകടകരമല്ലേ? ഇല്ല, ഉടൻ തന്നെ അത് മുറിച്ചു മാറ്റാനുള്ള തീരുമാനം എടുക്കും. മുറിക്കാനുള്ള ആളിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ അത് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സ്കൂൾ കോമ്പൗണ്ടിലെ മരം കടപുഴകി വീണത് പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലാണ്. അതുടൻ തന്നെ മുറിച്ചു മാറ്റാനായിട്ടുള്ള ശ്രമം തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരേണ്ട സ്കൂളാണ്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ശിഖരങ്ങൾ അതൊക്കെ ഇനിയും കോതി ഒതുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കേണ്ടതുമാണ്. നമുക്ക് ആലപ്പുഴയിലേക്ക് വരാം. ആലപ്പുഴയിൽ മാരാരിക്കുളത്താണ് ട്രാക്കിൽ മരം വീണത്. ശരത് SS, ഇപ്പോൾ ആ മരം നീക്കിയോ? അവിടെ നിന്ന് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചോ?
സുജയ, ഇന്ന് രാവിലെ 8:30 മാരാരിക്കുളത്തിനും ഒപ്പം പാതിരപ്പള്ളിക്കും ഇടയ്ക്ക് മരം റെയിൽവേ ട്രാക്കിലേക്ക് വീണിട്ടുണ്ടായിരുന്നത്. റെയിൽവേ ട്രാക്കിന് സമീപമുള്ള മരം ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ആ സമയത്ത് ട്രാക്കിൻ്റെ ലൈൻ കമ്പിയിൽ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വിഭാഗം എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മരം മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഒപ്പം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ട്രെയിനുകളാണ് ഇതിൻ്റെ ഭാഗമായി പിടിച്ചിടേണ്ടി വന്നത്. ജനശതാബ്ദി അടക്കം 3 ട്രെയിനുകൾ പിടിച്ചിടേണ്ടി വന്നു. ആലപ്പുഴ എറണാകുളം റൂട്ടിലേക്കുള്ള ട്രെയിൻ ഗതാഗതമാണ് ഇപ്പോൾ നേരത്തെ തടസ്സപ്പെട്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ആലപ്പുഴയിലുള്ളത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പ്രതിസന്ധിയും തുടരുകയാണ്. ഓക്കെ ശരത്ത്, നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, പലയിടങ്ങളിലും കനത്ത മഴയും മണ്ണിടിച്ചിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? സുജയ, കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയിൽ മഴ ശക്തമാണ്. 3 ദിവസമായി ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയുമാണ്. ഇന്നലെ മരം വീണ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലുമാണ് വിവിധയിടങ്ങളിൽ മണ്ണ് വീണിട്ടുള്ളത്. കുമിളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം, കൽക്കൂന്തൽ, ചതുരംഗപ്പാറ, പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അന്തർ സംസ്ഥാന പാതയിൽ കല്ലാർ, കൂട്ടാർ, ബാലഗ്രാം തുടങ്ങിയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുണ്ടേരിമ കാഞ്ഞിരത്തുമൂട് റോഡിൽ വീണ്ടും മണ്ണിടിഞ്ഞ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വൈദ്യുത പോസ്റ്റുകൾ നിലം പതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ് നിരവധി വീടുകൾ അപകടാവസ്ഥയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, പൊന്മുടി, കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. അതേസമയം രാവിലെ അതിശക്തമായ കാറ്റ് വീശുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ആളുകളോട് കൃത്യമായി ജാഗ്രതയോടുകൂടി തന്നെയാണ് ജോലി ചെയ്യാൻ പാടുകയുള്ളൂ എന്ന കാര്യം ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിമിഷം ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് സുജയ ലഭിക്കുന്നത്. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി കോഴിക്കോട്ടേക്കാണ്. AK അഭിലാഷ്, കോഴിക്കോട്ട് മിന്നൽ ചുഴലിയടക്കം അടിച്ച സാഹചര്യമാണ്. അഭിലാഷ് സേഫ് ആണല്ലോ അല്ലേ? എങ്ങനെയുണ്ട് മഴ? തീർച്ചയായിട്ടും കനത്ത മഴയാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. കാരണം പ്രധാനമായും മലയോര മേഖലകളാണ് ശക്തമായ മഴ പെയ്യുന്നത്. അതോടൊപ്പം തന്നെ മിന്നൽ ചുഴലി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കല്ലാച്ചി, നാദാപുരം മേഖലയിൽ മിന്നൽ ചുഴലി രൂപപ്പെടുകയും മരം കടപുഴകി വീഴുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ താമരശ്ശേരി മേഖലയിലാണ് മറ്റൊരു കനത്ത മഴ പെയ്യുന്ന പ്രദേശം. അവിടെ ഇന്നലെ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൻ്റെ മുകളിലേക്ക് മരം കടപുഴകി വീണ് ഈ വാൻ തകരുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ ഏതാണ്ട് 4ഓളം വീടുകൾക്ക് മുകളിലാണ് ഇപ്പോൾ മരം വീഴുകയും ഭാഗികമായി വീടുകളൊക്കെ തകരുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് ആകെ മഴ പെയ്യുകയും നദികളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ചാലിയാറിലും ഇരുവഴിഞ്ഞിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാവൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കനത്ത മഴയാണ് കഴിഞ്ഞ ഈ 12-14 മണിക്കൂറായി കോഴിക്കോട് മേഖലയിൽ പെയ്യുന്ന. തീരദേശ മേഖലയിലും സമാനമായ മഴയാണ് ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സുജയ. ഓക്കെ അഭിലാഷ്, നമുക്ക് തിരൂരിലേക്ക് കൂടി വരാം. മുബഷിർ അക്ബർ, തിരൂർ ഭാഗത്തൊക്കെ ഇപ്പോഴും മഴയാണോ? എങ്ങനെയാണ് മഴക്കെടുതി സംബന്ധിച്ചൊക്കെ വാർത്തകൾ വരുന്ന ഒരു സാഹചര്യമാണോ? വിജയപാർവതി, തിരൂരിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഒട്ടാകെ തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ശക്തമായ മഴ തീരമേഖലകളിലുണ്ട്, മലയോര മേഖലകളിലുമുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. വിശേഷം മലപ്പുറത്തെ നാടുകാണി ചുരം പോലെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ആ മേഖലകളിലൂടെയുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. തീരദേശ മേഖലകളിലേക്ക് എത്തുമ്പോൾ പൊന്നാനി, പരപ്പനങ്ങാടി, തിരൂര്, താനൂര് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടൽക്ഷോഭം മുൻനിർത്തിക്കൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മേഖലയിൽ കടലിനോട് ചേർന്ന് താമസിക്കുന്ന തീരവാസികളോട് ബന്ധുവീടുകളിലൊക്കെ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണത്. ഇതിപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വണ്ടൂര്, തിരുവാലി ഭാഗങ്ങളിൽ മരശില്ലകൾ വീണതിനെ തുടർന്ന് വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ തന്നെ ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു. കാവന്നൂർ പഞ്ചായത്തിലെ ഇരുവേറ്റി ഭാഗത്ത് ശക്തമായ മഴയെ തുടർന്ന് അങ്ങാടിയിലുണ്ടായിരുന്ന ഒരു മരം കടപുഴകി വീണിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നിലവിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും മഴ ഇപ്പോഴും തുടരുകയാണ് ജില്ലയിൽ. സുജയ. ഓക്കെ, മുബഷിർ അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. മുബഷിറും മഴയത്ത് കുടചൂടി നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് അവധിയുള്ളവരൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം. അതുപോലെ നടന്നാണ് പോകുന്നതെങ്കിൽ കയ്യിലൊരു കുട എടുക്കണം. എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് പെരുമഴ. തിരിച്ചെത്താം.